നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. യുഎസുമായുള്ള വ്യാപാര തീരുവ ട്രംപ് വെറും 18% വെട്ടിക്കുറച്ചതോടെ ഇന്ത്യ വൻ കുതിപ്പിലേക്ക് നീങ്ങുമെന്നതിൽ അസൂയ പൂണ്ട കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി 2 കോൺഗ്രസ് വനിതാ എംപിമാർ പാർലമെന്റിൽ മോദിയുടെ കസേരയ്ക്ക് മുന്നിലേക്ക് കുതിച്ചെത്തി. ഇത് മോദിയെ ആക്രമിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ബിജെപി എംപിമാർ ആരോപിക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ യുഎസുമായി വെറും 18% എന്ന വ്യാപാര തീരുവ കൂടി നേടിയതോടെ കോൺഗ്രസിന് മോദിയോട് തീരാത്ത പകയായിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തിനായി മോദി എഴുന്നേറ്റ സമയത്താണ് കോൺഗ്രസ് എംപിമാരായ വർഷ ഗെയ്ക്വാദ്, ജ്യോതിമണി എന്നിവർ പ്രധാനമന്ത്രിയുടെ കസേരയുടെ മുന്നിലേക്ക് കുതിച്ചെത്തിയത്. ഒരു ബാനറും ഉയർത്തിപ്പിടിച്ചാണ് ഇവർ മുദ്രാവാക്യവുമായി എത്തിയത്. മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പിലെ വരികൾ ഉദ്ധരിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ വനിതാ എംപിമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പ്രശ്നമുന്നയിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ സഭയിൽ ബഹളം കൂട്ടിയ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള 8 എംപിമാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെയും ഈ വനിതാ എംപിമാർ പ്രതിഷേധിച്ചു. തുടർന്ന് സ്പീക്കറുടെ ചുമതലയുണ്ടായിരുന്ന സന്ധ്യ റായ് സഭ നടപടികൾ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. പിന്നീട് നിരവധി എംപിമാർ നിർബന്ധിച്ചതിനെ തുടർന്നാണ് വനിതാ എംപിമാർ സമരം അവസാനിപ്പിച്ചത്. വനിതാ എംപിമാർ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വളരെ ഭയാനകമായ കാര്യമാണ് പാർലമെന്റിൽ നടന്നത്. കോൺഗ്രസിന്റെ നിസ്സഹായതയാണ് പാർലമെന്റിൽ കണ്ടതെന്നും വളരെ ആസൂത്രിതമായാണ് വനിതാ എംപിമാർ പ്രധാനമന്ത്രിയുടെ കസേരയ്ക്ക് അടുത്തേക്ക് എത്തിയതെന്നും മന്ത്രി കിരൺ റിജ്ജു ഉചിതമായ ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി വഷളാകുമായിരുന്നു ബിജെപി എംപി മനോജ് തിവാരി വ്യക്തമാക്കി. നെഹ്റു കുടുംബത്തിലെ 2 കോൺഗ്രസ് നേതാക്കൾ മോദിക്കെതിരെ മറ്റൊന്നും ഫലിക്കുന്നില്ലെന്ന് കണ്ട് ഗുണ്ടായിസം എന്ന 18ാമത്തെ അടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ബുധനാഴ്ച പാർലമെന്റിൽ പ്രസംഗിക്കാൻ പോയ പ്രധാനമന്ത്രിയെ പാർലമെന്റിനുള്ളിൽ വെച്ച് കോൺഗ്രസിന്റെ വനിതാ എംപിമാർ തടഞ്ഞ സംഭവം അസൽ ഗുണ്ടായിസമായിരുന്നു. ഇത് ചെയ്ത വനിതാ കോൺഗ്രസ് എംപിമാരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പേടിച്ചു പോയെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും BJP എംപി നിഷികാന്ത് ദുബെയും ബുള്ളറ്റ് ട്രെയിൻ മാതിരി ഓടി രക്ഷപ്പെട്ടുവെന്നും പ്രിയങ്ക ഗാന്ധി പരിഹസിച്ചു. തനി ഗുണ്ടായിസം ഭാഷയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രതികരണങ്ങൾ. പാർലമെന്റിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വില കുറഞ്ഞ ഗുണ്ടായിസം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ശേഷം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. പാർലമെന്റിനകത്ത് കോൺഗ്രസ് വനിതാ എംപിമാർ നടത്തിയ പ്രതിഷേധം ആസൂത്രിത ഗൂഢാലോചനയാണെന്നാണ് കരുതുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം. കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അവസരോചിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ രംഗം വഷളാവുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുന്ന അമേരിക്കൻ ശതകോടീശ്വരനും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് NGO സംഘടനകൾക്ക് ഫണ്ട് നൽകുന്ന വ്യക്തിയുമായ ജോർജ് സൊറോസ് പകരം പ്രധാനമന്ത്രിയെ വാഴിക്കാൻ കണ്ടുവച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ജോർജ് സൊറോസിന്റെ ആസൂത്രകൻ എന്ത് അജണ്ട സെറ്റ് ചെയ്താലും അത് നടപ്പാക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. വോട്ട് ചോരി ആരോപണം ഇതിന്റെ ഭാഗമാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി വാഴിക്കാൻ ഭാരത് ജോഡോ യാത്ര നടത്താൻ കോടികൾ വാരിയെറിഞ്ഞ് ജോർജ് സൊറോസ് ആണ്. താഴെത്തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച സംഘടന വളർത്താനല്ല, വിദേശ ഫണ്ട് വഴി രാജ്യത്ത് ജൻസി കലാപം സൃഷ്ടിച്ച് മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ മുഖ്യ അജണ്ട. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗുണ്ടായിസം ശൈലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം. താൻ ഇന്ത്യയുടെ രാജാവാണ് എന്ന രീതിയിലുള്ള പെരുമാറ്റവും പ്രവർത്തനവുമാണ് കാണിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി മോദിയുടെ അമ്മയ്ക്ക് നേരെ വില കുറഞ്ഞ അസഭ്യവർഷം മുദ്രാവാക്യമായി മുഴങ്ങിയത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സ്റ്റേജിലായിരുന്നു. ഇപ്പോഴിതാ സിഖുകാരനായ BJP എംപി രവനീത് സിംഗ് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി എന്ന് വിളിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ബുധനാഴ്ച രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 കോൺഗ്രസ് എംപിമാർക്കൊപ്പം നിൽക്കുമ്പോഴാണ് പാർലമെന്റിലേക്ക് പോകാൻ അതുവഴി രവനീത് സിംഗ് ബിട്ടു എത്തിയത്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി രവനീത് ബിട്ടുവിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചത്. ഇതിനെതിരെ പഞ്ചാബിലെ BJP എംപിമാർ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഏറെ വിമർശനത്തോടെയാണ് സംസാരിച്ചത്. രാഹുൽ ഗാന്ധി രവനീത് ബിട്ടുവിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ച് അത്തരമൊരു വാക്കിന്റെ ഉപയോഗം നിസ്സാരമായി കാണരുത്. കാരണം രാജ്യദ്രോഹി എന്ന രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. സിഖ് സമൂഹത്തിന് ഇത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി വിട്ടതിന് രാഹുൽ ഗാന്ധിക്ക് രവനീത് സിംഗ് ബിട്ടുവിനോട് ദേഷ്യമുണ്ട്. തലപ്പാവ് ധരിച്ച ഒരാൾ നിങ്ങളുടെ പാർട്ടി വിട്ടുപോയത് കൊണ്ട് നിങ്ങൾക്ക് അയാളെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഏത് സമുദായത്തിൽ നിന്നുമുള്ള ആരെയും രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പാർലമെന്റിനകത്തും പുറത്തുമുള്ള പാർലമെന്ററി ചർച്ചകൾ മാന്യതയോടെയും പൗരഭാഷയോടെയും നടത്തണം, ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
കോൺഗ്രസ് പാർട്ടി വിട്ടതിന് രാഹുൽ ഗാന്ധിക്ക് രവനീത് സിംഗ് ബിട്ടുവിനോട് ദേഷ്യമുണ്ട്. തലപ്പാവ് ധരിച്ച ഒരാൾ നിങ്ങളുടെ പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾ അയാളെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഏത് സമുദായത്തിൽ നിന്നുള്ള ആരെയും രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പാർലമെന്റിനകത്തും പുറത്തുമുള്ള പാർലമെന്ററി ചർച്ചകൾ മാന്യമായ ഭാഷയോടെ നടത്തണം, ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. അതേസമയം സിഖ് മന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അപലപനീയമാണെന്ന് ഡൽഹി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ പറഞ്ഞു. ചിലപ്പോൾ അദ്ദേഹം സിഖുകാരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു, ചിലപ്പോൾ അവരെ ഭിന്നിപ്പിക്കുന്നവർ എന്ന് വിളിക്കുന്നു. സിഖുകാരുടെ കഴുത്തിൽ ടയറുകൾ പോലും ഇട്ട് അദ്ദേഹം തീയിട്ടു. ഈ രാജ്യത്ത് രാജ്യദ്രോഹികൾ ഉണ്ടെങ്കിൽ അത് ഗാന്ധി കുടുംബമാണ്. ഇതാണ് പാവിയായ കുടുംബം. പത്രപരസ്യങ്ങളിൽ സിഖുകാരെ തീവ്രവാദികൾ എന്ന് വിളിച്ച രാജ്യദ്രോഹികൾ. അവർക്ക് സിഖുകാരോട് വെറുപ്പുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിൽ സിഖ് സമൂഹത്തിന് രോഷവും അമർഷവും ഉണ്ടെന്ന് അരവിന്ദർ സിംഗ് ലവ്ലി പറഞ്ഞു. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മുത്തച്ഛനുള്ള ഒരാൾക്ക് എങ്ങനെ രാജ്യദ്രോഹിയാകാൻ കഴിയും? ഇതാദ്യമായല്ല സിഖുകാരുടെ വികാരങ്ങളെ അദ്ദേഹം വ്രണപ്പെടുത്തിയിട്ടുള്ളത്. ഇതെപ്പോഴും സംഭവിക്കുന്നതാണ്. സിഖ് സമൂഹം അദ്ദേഹത്തിന് മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.